ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 36 റിവ്യൂ ആണ്. എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങൾ കണ്ടില്ലേ? ആദില, നൂറ എന്നിവർ ചേർന്ന് സംസാരിക്കുന്നു. നൂറ അദ്ദേഹത്തിൻ്റെ ചില ആഗ്രഹങ്ങൾ, ഫാമിലിയുമായിട്ട് ഒത്തുചേരുന്നതുമായി ബന്ധപ്പെട്ട ചില ആഗ്രഹങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. അതേപോലെ തന്നെ ആദില നൂറ എങ്ങനെ തന്നെ പ്രപ്പോസ് ചെയ്യണം, എങ്ങനെ വിവാഹത്തിലേക്ക് കൊണ്ടു ചെല്ലണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചില ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നു. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് സെറിമണി അവർ ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും ഏതൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും, അത് 2 ആണുങ്ങളാണെങ്കിലും 2 പെണ്ണുങ്ങളാണ് എന്നുണ്ടെങ്കിലും, അതിലൊക്കെ സ്വാഭാവികമായിട്ടും അവർ ഇങ്ങനെ ഒരു ഡൊമിനൻറ്റ് പാർട്ട്ണറെ നിശ്ചയിക്കാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു മെയിൽ ഡൊമിനൻസ് പോലെ കൺസിഡർ ചെയ്യുന്നത് ശരിക്കും നൂറയാണ്. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ആദിലയാണ് അതിനകത്ത് ഡൊമിനൻറ്റ് എന്ന്. പക്ഷേ അങ്ങനെയല്ല, നൂറയാണ് ഡൊമിനൻ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദിലയ്ക്ക് നൂറയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആൺപെൺ ബന്ധങ്ങളിലൊക്കെ ഭാര്യമാർ നമ്മളോട് പറയാറില്ലേ, നിങ്ങൾ സാരി വാങ്ങിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം. ആക്ച്വലി അവർക്ക് ശമ്പളമൊക്കെ ഉണ്ടാവും, അവർ തന്നെ വാങ്ങിച്ചാൽ മതി. എന്നാലും വാങ്ങിച്ചു കൊടുക്കേണ്ട ആളുകൾ, ചെയ്തു കൊടുക്കേണ്ട ആളുകൾ, പാർട്ടി പണിയെടുക്കേണ്ട ആളുകൾ പലപ്പോഴും ഈ ഡോമിനൻ്റ് ആയിട്ട് ആളുകൾ കൺസിഡർ ചെയ്യുന്ന ആളുകളായിരിക്കും. അതിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. അനുമോൾ അപ്പോൾ അവിടെ വന്നാലോ, അനുമോൾ എന്തെങ്കിലും കണ്ടാലോ, കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും കണ്ടു എന്ന് പറഞ്ഞ് വൻ വിഷയമായി മാറിയെങ്കിലോ പിന്നെ അതുങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അവർ മുത്തം കൊടുത്തു, ഉമ്മ കൊടുത്തു നിങ്ങൾ എന്നൊക്കെ കഴിഞ്ഞ ദിവസം അനുമോൾ വൻ വിഷയമായിട്ട് പറയുന്നത് കേട്ടില്ലേ? ഇന്നവിടെ അവർ ഉമ്മ കൊടുത്തു. ഈ ആദില നൂറയും ഉമ്മ കൊടുത്തത് അവർക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് നാച്ചുറലായിട്ട് ചിന്തിക്കുന്നു. എന്നാൽ വേറൊരിടത്ത് ഒരു ഉമ്മ നടന്നതിന് വലിയ പ്രശ്നമായിട്ട് ഇവർ കൺസിഡർ ചെയ്യുകയും പുതപ്പുമായി അത് പുനരാവിഷ്കരിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേയധികം ഈ ഡബിൾ സ്റ്റാൻഡേർഡുകൾ ഇവരുടെ ഗെയിമിലുണ്ട്. അങ്ങനെയുള്ള കുറച്ച് അപാകതകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവരെ നമുക്ക് നല്ലൊരു ഗെയിമേഴ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. 2 പേരും വലിയ പ്ലാനിങ്ങും പദ്ധതികളൊക്കെ ഉണ്ട്. ഇന്നലെ പ്ലാൻ ചെയ്തു, ഇന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് പ്ലാനിങ് ആണ്. എങ്ങനെ ഡീസൻ്റായിട്ട് മുന്നോട്ടേക്ക് പോകാം, എങ്ങനെ നല്ല രീതിയിൽ ഗെയിം കളിക്കാം. ആദിലയുടെ കാര്യത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട്, ഗെയിം പ്ലാനിങ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആദിലയുടെ കയ്യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ശരിക്കും മനീഷിനെ സുബ്രൂട്ടൻ എന്നൊക്കെ വിളിച്ചിട്ട് ബുള്ളി ചെയ്യുന്നത്, ബുള്ളിങ് എന്ന് പറയുന്നൊരു വേർഡ് തന്നെ അവിടെ യൂസ് ചെയ്യാം. ബുള്ളി ചെയ്യുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. അതിനകത്ത് ഒരു രസവും ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. അയാളെ വിട്ട് പിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിങ്ങനെ കൂട്ടം ചേർന്നിട്ട് ഷാനവാസ് അതിൻ്റെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഷാനവാസിൻ്റെ കൂടെ കൂടി നൂറ, ആദിലങ്കട, അനീഷിനെ ബുള്ളി ചെയ്യുന്നത് അത് അക്സെപ്റ്റബിൾ അല്ല. ഒരു പെണ്ണിനോട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ ബുള്ളിങ് വലിയ വിഷയമായിട്ട് മാറാറുള്ളൂ. പക്ഷേ ഇവർ ചെയ്യുന്നത് ബുള്ളിങ് അല്ലേ? അയാൾ ഇതിലൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. അയാൾ വേറൊരു മോഡാണ്. അയാൾ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് വന്ന് കളിക്കുന്ന കളിയാണ്. അധികം താമസിക്കാതെ ബോറടിക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം പുള്ളിക്ക് പെട്ടെന്ന് ചില അബദ്ധങ്ങൾ പണയുകയും പിന്നീട് അത് റിയലൈസേഷൻ വരികയും ചെയ്യും. വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോൾക്ക് എതിരെ നിലപാട് പറയാൻ പറ്റാത്തതിൻ്റെ കുറ്റബോധം പുള്ളിക്ക് കാര്യമായിട്ടുണ്ട്. അതാണ് ഇന്ന് പുള്ളി ഒരു അവസരമായി എടുത്ത് അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പുള്ളിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതും കൺസിഡർ ചെയ്യേണ്ടതാണ്. കാരണം പുള്ളിയെ മാത്രമായി ആരാധിക്കുന്ന ആളുകൾക്ക് പുള്ളിക്ക് നോമിനേഷൻ പവർ ഇല്ലാതിരുന്നിട്ട് സ്പേസ് എടുത്ത ആ ഒരു മാസിനെയൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് അനുമോൾ ഫാൻസിനോടൊക്കെയാണ്. ജിസേൽ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് അനുമോൾക്കെതിരെ ഗെയിമൊന്നുമില്ല. അവരൊരു പ്രോപ്പർ ഗെയിമറാണ്. അവർ ആരാണോ ആ ഒരു വീക്കിൽ എവിക്റ്റായി പോവേണ്ടത്, ആരാണോ ആ ദിവസങ്ങളിൽ പെർഫോം ചെയ്യാത്തത് അവർക്കെതിരെയുള്ള ഗെയിമേ ഉള്ളൂ. അല്ലാതെ ഈ പകയുടെ ഗെയിമൊന്നും ജിസേലിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ പല തവണ കേട്ടില്ലേ അനുമോൾ ഓരോ കമൻറ്റ് ജിസേലിനെതിരെ ചുമ്മാ മോശമായിട്ട് പറയുന്നത്. എന്നാൽ ജിസേൽ ഈ നോമിനേഷനിൽ പോലും അനുമോളുടെ പേര് പറയുന്നില്ല, വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വാക്കോ വാക്യമോ ശരിക്കും അനുമോൾക്കെതിരെ ജിസേലിൻ്റെ അടുത്തുനിന്ന് വരുന്നില്ല. അനുമോൾ വെറുതെ കയറി എല്ലാ മൊമെൻറ്റിലും ജിസേലിനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ജിസേൽ മറുപടി പറയുന്നത്. ഇത് ക്വാളിറ്റിയുടെ ഒരു സംഭവമാണ്. അനുമോൾക്ക് വീക്കെൻഡ് എപ്പിസോഡ് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് വൈകിട്ടത്തേക്കായപ്പോഴത്തേന് മനസ്സിലായി. രാവിലെയൊക്കെ ലൈവ് കണ്ട സമയത്ത് നമ്മൾ വിചാരിച്ചു അനുമോൾ ഒന്ന് ഒതുങ്ങി, ഒന്ന് പേടിച്ചിട്ടുണ്ടാവും. ഇല്ല, അനുമോൾ ഇപ്പോഴും ജിസേലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു റോങ് പരിപാടിയാണ്. പിന്നെ ക്യൂട്ട്നെസ് മെഴുകാനായിട്ടുള്ള സാധ്യതകൾ തേടുക എന്നുള്ളത് അനുമോളെ പോലുള്ള കണ്ടസ്റ്റൻസിൻ്റെ മെയിനായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ പ്രവീൺ അതിനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രവീണുമായിട്ട് ക്യൂട്ട്നെസ് മെഴുകലും പരിപാടികളും ഉണ്ട്. ആര്യൻ അങ്ങനെ അത്യാവശ്യം ക്യൂട്ട്നെസ് എറിയാൻ പറ്റുന്ന രീതിയിൽ സഹകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആദ്യഘട്ടത്തിൽ തോന്നിയിരുന്നു. എന്നാൽ ജിസേലുമായിട്ടുള്ള ഒരു കമ്പനി അതിനത്ര നല്ലൊരു വളം നൽകിയിട്ടില്ല. ഇപ്പോൾ പ്രവീൺ അതിന് പറ്റിയ ഒരു ആളായിട്ടായിരിക്കും അനുമോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഗെയിമാണ്. ശരിക്കും ആ ഒരു ഗെയിമും റിപ്പീറ്റേഷൻ വരുമ്പോഴത്തേന് ബോറടിക്കും. അത് ഓൾറെഡി ആര്യൻ്റെ അടുത്ത് ഇറക്കിയതാണ്, അത് ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്. ഇനിയിപ്പോൾ അടുത്തതും കൂടെ വരുമ്പോഴത്തേന് അത് ബോറടിപ്പിക്കും. അത് അനുമോളുടെ ഫാൻസിനാണെങ്കിലും ബോറടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി എപ്പിസോഡിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു.
എൻ്റെ കമ്പ്യൂട്ടർ മൃതപ്രാണനായിട്ട് ഇരിക്കുകയാണ് പുറകിൽ. ഇടയ്ക്ക് ശ്വാസമൊക്കെ വലിക്കാറുണ്ട്, അന്ത്യശ്വാസം വലിക്കുകയാണോ എന്ന് ഡൗട്ട് അടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ വീഡിയോ ഈ എക്സ്പോർട്ട് ആവില്ല, ഇങ്ങനെ ഫെയിലായി പോകും. എന്തോ റാമിൻ്റെ ആണോ ജി പി യുവിൻ്റെ ആണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങൾ ഇത്തിരി വൈകിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണം. അതേപോലെ തന്നെ ഈ 12:30 മുന്നേയൊക്കെ ഉറങ്ങാനൊക്കെ നേരത്തെ പറ്റുന്ന ആളുകളൊക്കെ ഉറങ്ങിക്കോളൂ കേട്ടോ. ഇതൊക്കെ പിന്നെ പോട്ടെ, ഇതൊക്കെ എൻ്റെ സൈഡാണ്, എൻ്റെ കാര്യങ്ങളാണ്. നിങ്ങളിത് അറ്റ് എ ടൈം കാണാത്തതും വ്യൂസ് പറയുന്നതും ഒക്കെ എൻ്റെ കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ മാക്സിമം നേരത്തെ ഉറങ്ങാനായിട്ട് ശീലിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. എന്നാലും വീഡിയോ പകൽ ഒന്ന് കാണണേ, പകൽ കണ്ടാലും മതി. പക്ഷേ നിങ്ങൾക്കാണ് പ്രയോറിറ്റി. നേരത്തെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മളുടെ പിറ്റേത്തെ ദിവസമൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം എന്നെപ്പോലുള്ള ആളുകൾ ഈ 3 മാസങ്ങളിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം നിങ്ങളിൽ പല ആളുകൾക്കും ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കമായിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പോൾ നേരത്തെ ഉറങ്ങി ശീലിക്കാനായിട്ട് ശ്രമിക്കുക. ചില ആളുകൾക്ക് എത്ര നേരത്തെ കിടന്നാലും ഉറക്കമൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, നൈറ്റ് ഔൾസ് ആയിട്ടുള്ള ആളുകൾക്ക് കുഴപ്പമില്ല കേട്ടോ. ഏതായാലും ഇനി എപ്പിസോഡിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ, തകില് മുകിൽ കുരവക്കുഴൽ മറ്റേ ലാലേട്ടൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് ദിനം ആരംഭിച്ചത്. വേദലക്ഷ്മി രാവിലെ തന്നെ ഒരുങ്ങി സൂപ്പറായിട്ട് വന്ന് അവിടെ ഇരിപ്പുണ്ട്. എങ്ങനെ ഇന്നത്തെ ഗെയിം കളിക്കാം, അന്ന് ആർക്കിട്ട് പണി കൊടുക്കാം എന്നൊക്കെ ആലോചിച്ച് വന്നിരിപ്പുണ്ട്. ഒരു പ്രത്യേക ഗെയിമറാണ്. നമ്മൾ ചില സമയത്തൊക്കെ പണിക്ക് വിളിക്കുന്ന ചില മിടുക്കരായിട്ടുള്ള പണിക്കാരുണ്ടല്ലോ, നേരെ വരുന്നു, ആരോടും മിണ്ടുന്നില്ല, പണിയെടുക്കണു, പൈസ വാങ്ങുന്നു, പോകുന്നു, യാതൊരുവിധ ലൂസ് സ്റ്റോക്കും ഇല്ല. അപ്പോൾ അങ്ങനെ നേരെ വരുന്നു, കാശ് വാങ്ങുന്നു, കളിക്കുന്നു, കപ്പ് കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിലും പോവും എന്ന് പറയുന്ന മൂടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് വേദലക്ഷ്മി. കറക്റ്റ് പ്ലാനിങ് ആണ്, ഗെയിമിനകത്തുള്ള പ്ലാനിങ് ഉള്ളൂ, വേറെ ഒരു ടോക്കും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റ്. ഇന്ന് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ രാവിലത്തെ ആ ഒരു ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ രേണു സുധിക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. രേണു സുധി കുട്ടികളോടൊപ്പം ഹാപ്പി ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവർ ഹാപ്പിയാണ്. പിന്നെ രാവിലത്തെ ഒരു അലമ്പ്, ആ ഒരു അലമ്പിൽ കുറേ കാര്യമുണ്ട്, കുറേ കാര്യമില്ലായ്മയുണ്ട്. ജിസേൽ ഈ ചായ എടുത്ത് കാപ്പി എടുത്ത് തൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നു എന്നുള്ളൊരു പരാതി ഈ സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ കേൾക്കുന്നതാണ്. ചില ആളുകളോട് പുള്ളിക്കാരിക്ക് ഒരു താല്പര്യമുണ്ട്, എസ്പെഷ്യലി ആണുങ്ങളോട് ഒരു താല്പര്യമുണ്ട് എന്നൊക്കെ ഉള്ളതാണ് അനിമോൾ പറയുന്നത്. പക്ഷെ അത് ആണുങ്ങളോട് എന്നുള്ളതല്ല, മര്യാദയ്ക്ക് നിൽക്കുന്ന ആളുകളോട് പുള്ളിക്കാരിക്ക് ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അവരുടെ ഒരു രീതിയിൽ മര്യാദ കാണുന്ന, സംസാരിക്കാനായിട്ട് ഓക്കെ ആയിട്ടുള്ള, ശല്യമില്ലാത്ത ആളുകൾക്ക് അവർ കോഫിയൊക്കെ എടുത്ത് കൊടുക്കും. ആസ് യൂഷ്വൽ, എല്ലാ മനുഷ്യരും അങ്ങനെയല്ലേ. അപ്പോൾ ഈ രാവിലെ കോഫി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത്, ചായ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ പാത്രമില്ല. 2 പാത്രങ്ങളുണ്ടെങ്കിലേ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ചായ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു പാത്രം പോലും ഇല്ല. വെസൽ ടീം വൻ പരാജയമാണ്. അവർ അത്രത്തോളം കേട്ടിട്ടും പാത്രങ്ങൾ കഴുകിയില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ഈ ഷോയുടെ അണിയറ പ്രവർത്തകർ ഇൻക്ലൂഡിങ് ലാലേട്ടനോട് കാണിക്കുന്ന ഒരു ബഹുമാനമില്ലായ്മയാണ്. കാരണം അത്ര പറഞ്ഞിട്ടും മസ്താനിയൊക്കെ അത്ര മാത്രം കേട്ടിട്ടും എന്ത് ഇൻസൾട്ടിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അണിയറ പ്രവർത്തകരെ, ബിഗ് ബോസിനെയും ലാലേട്ടനെയൊക്കെ. ഒരു പാത്രവും കഴുകിയിട്ടില്ല. പാത്രമൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കട്ട പിടിച്ച് കിടക്കുകയാണ്. തങ്ങൾ കാപ്പി കുടിച്ച, ചായ കുടിച്ചിട്ടുള്ള കപ്പൊക്കെ കഴുകി വെക്കേണ്ടത് ബേസിക് മര്യാദയാണ്. ശരിക്കും അത് മുന്നേ ഉള്ള സീസണുകളിലൊക്കെ അങ്ങനെയാണ്. അവരവരുടെ പാത്രങ്ങൾ അവരവർ കഴുകി വെക്കാറുണ്ട്. ഈവൻ പ്ലേറ്റ്സ് പോലും കഴുകി വെക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചായക്കപ്പെങ്കിലും കഴുകി വെക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നതാണ്, അവർ ചായക്കപ്പ് കഴുകാൻ റെഡിയാണ്, പക്ഷേ ചായക്കപ്പ് പലയിടങ്ങളിൽ വെച്ചിട്ട് പോകുന്ന ഒരു രീതി. അപ്പോൾ ഇവിടെ പലയിടത്തും വെക്കുകയും ചെയ്യും. ചായ കുടിക്കാൻ നേരത്താണ് ചായപാത്രവും കപ്പും കഴുകേണ്ടി വരുന്നത്. അപ്പോൾ ജിസേൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ബിന്നിയൊക്കെ ആ ഒരു വെസൽ ടീമിലുള്ളതാണ്. മസ്താനി രാവിലെ ഏറ്റപടി ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് കിളി വന്നിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി ഒഴിവ് കഴിവ് പറയുന്നു. അങ്ങനെ ഒരു പാത്രം കഴുകി ജിസേൽ ആ പാത്രത്തിൽ കൊള്ളാവുന്ന ചായ എടുത്ത് വെച്ചിട്ട് പോയി. അപ്പോൾ ബിന്നി രാവിലെ പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ബിന്നി ശരിക്കും പറഞ്ഞാൽ കളിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാമെന്നുണ്ടെങ്കിലും അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. ബിന്നി ഈ ആഴ്ച എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിന്നിയൊക്കെ ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റാണ്. അപ്പോൾ ബിന്നി പ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ശരിക്കും തങ്ങളുടെ കയ്യിൽ നിന്ന് ന്യൂനത ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ ജിസേൽ ഫേവറിസം കാണിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾക്ക് കാപ്പി എടുത്ത് കൊടുത്തു, ഞങ്ങൾക്ക് കാപ്പി എടുത്ത് തന്നില്ല. അത് പ്രൂവ് ചെയ്യാൻ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു സില്ലി മാറ്ററായിട്ടാണ് തോന്നുന്നത്. കാരണം അവിടെ വലിയൊരു ഇഷ്യൂ കിടക്കുകയാണ്, പാത്രങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ജിസേൽ പറയുന്നത് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ കവറപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ബിന്നിയുടെ ആർഗ്യുമെൻറ്റും ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു അലമ്പായിട്ട് അവിടെ നിൽക്കുന്നു. റെന ഫാത്തിമ അവിടേക്ക് ഇടപെടുന്നുണ്ട്. റെനയുടെ മൈക്ക് കേൾപ്പിക്കണ പോലും ഉണ്ടായിരുന്നില്ല ബിഗ് ബോസ്. ഏറ്റവും കൂടുതൽ ഇന്ന് നോമിനേഷനിൽ, എവിക്ഷൻ നോമിനേഷനിൽ പല ആളുകളും പറഞ്ഞൊരു കാരണമാണ് റെന ഷാഡോ ആയിട്ടാണ് നിൽക്കുന്നത്. അത് ജിസേൽ ഉണ്ടെങ്കിൽ റെനയുടെ മൈക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ജിസേൽ പോയിന്റ് പറയുന്നുണ്ടല്ലോ. ആദില, നൂറ എന്നീ കണ്ടസ്റ്റൻസിനെ കുറിച്ചിട്ടും വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഇവരെ 2 കണ്ടസ്റ്റൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ഇനി ഒന്നിച്ച് ഗെയിം പ്ലാൻ ചെയ്യാനായിട്ടോ നോമിനേഷൻസ് പ്ലാൻ ചെയ്യാനായിട്ടോ പറ്റില്ല.
അവർ 2 കണ്ടസ്റ്റൻസ് ആണ്. പക്ഷേ അവരിപ്പോഴും ഒന്നിച്ച് ഗെയിം പ്ലാൻ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നൂറ ഇങ്ങനെ ചരടെ കെട്ടി നടത്തുന്നത് പോലെയാണ് ആദില ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ആക്ച്വലി നൂറയുടെ പ്ലാനാണ് കുറച്ചും കൂടെ ബെറ്റർ പ്ലാൻ. ആദില മണ്ടത്തരം കാണിക്കും. ആദിലയുടെ പ്ലാനാണ് ഒരു ബുള്ളിങ് പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ഈ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഒരു നോമിനേഷൻ പവർ കിട്ടിയല്ലോ നൂറയ്ക്ക്. അപ്പോൾ ആരെ വിടും എന്നുള്ള പ്ലാനിലാണ്. അത് കോമൺ ആയിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുപോലെ തന്നെ ആരും പറയാത്ത ഒരാളെ, വീക്കായിട്ടുള്ള ഒരാളെ നോമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇവർ അക്ബറിനെ കുറിച്ചിട്ടും നെവിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട് നൂറ, പക്ഷേ ആര്യനെ വിടണം എന്നുള്ളതാണ് ആദില പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത്. ഇതിനുശേഷം രാവിലത്തെ സുബ്രൂട്ടൻ ബുള്ളിങ് തുടങ്ങിയിരിക്കുകയാണ്. ആദില, നൂറ, ഷാനവാസ് എന്നിവർ അനീഷിനെ വളരെ മോശമായിട്ട് ഓരോന്ന് പറയുന്നു. ഷാനവാസ് അതിൻ്റെ കൂടെ കൂടുന്നു. ഷാനവാസ് ആ കൂടെ കൂടരുതെന്ന് അനീഷ് പറയുന്നു. അനീഷിന് ഒട്ടും ഇഷ്ടമില്ല അങ്ങനെയുള്ളൊരു വാക്ക് കേൾക്കുന്നത്. വിളിക്കരുതെന്ന് പുള്ളി 100 തവണ പറയുന്നുണ്ട്. ഇറിറ്റേറ്റിംഗ് ആണ്, കൺസെൻറ്റ് ഇല്ലാതാണോ വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർ ഒരു വകയും വയ്ക്കാതെ പുള്ളിയെ കളിയാക്കുന്നുണ്ട്. ഇതിനുശേഷം പാത്രം കഴുകുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. ഇപ്പോൾ ഈ ബിന്നി പറയുന്നതിൽ കാര്യമില്ലാഞ്ഞിട്ടല്ല, ജിസേലിനൊരു ഫേവറിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ ചായ എടുത്തിട്ട് ആര്യൻ്റെയൊക്കെ പുറകെ നടന്നാണ് കുടിപ്പിക്കുന്നത്. ആര്യൻ എഴുന്നേക്കില്ല, പട്ടി കുരയ്ക്കും, എന്നാലും പുറകെ നടന്ന് കുടിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഇവരെന്തെങ്കിലും ഒരു വലിയ അബദ്ധം അവിടെ കാണിച്ചു വെക്കുന്ന ആ ഒരു സമയത്തല്ല, പാത്രം കഴുകാത്തതാണ് അവിടുത്തെ വലിയ പ്രശ്നം. അപ്പോൾ അത് വീണ്ടും ഒരു അലമ്പായി മാറുന്നു. റെന ഇടപെടുന്നു, ആര്യൻ പിന്നെ ജിസേലിനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര്യൻ ഇടപെടുമല്ലോ, ആര്യനെ പറഞ്ഞു കഴിഞ്ഞാൽ ജിസേൽ ഇടപെടും. അത് അങ്ങനെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനുവിൻ്റെ ഒരു ഡയലോഗ് കേൾപ്പിച്ചു. ആ മുഴുവൻ സംഭാഷണം ഞാൻ കേട്ടില്ല. എന്നാലും അനു അവിടെ നിന്ന് പറഞ്ഞൊരു കമൻറ്റ് മോശം കമൻറ്റാണ്. ജിസേൽ ബോയ്സിനെ കൊടുക്കത്തുള്ളൂ എന്നുള്ളത്. അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെ ഒരു തോന്നൽ തോന്നിയാലും നിലവിലത്തെ സാഹചര്യത്തിൽ അനു ഒരു സദാചാര കുലസ്ത്രീയാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്ന സമയത്തും അവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് മൊത്തത്തിൽ മാലോകർ പറയുന്ന സമയത്തും വീക്കെൻഡ് എപ്പിസോഡിൽ പണി കിട്ടിയ സമയത്തും ഇമാതിരി കമൻറ്റുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് വരുന്ന സമയത്ത് എന്തോ പക വെച്ച് പെരുമാറുന്നത് പോലെ സാധാരണക്കാർക്ക് തോന്നും. ഇതിനുശേഷം 6th വീക്കിലേക്കുള്ള നോമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ ദിനം വേറെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല, നോമിനേഷൻസ് ആയിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നോമിനേഷൻ മുക്തിയുള്ള ചില ആളുകളുണ്ട്. അതിൽ നോറയ്ക്ക് കിരീട യുദ്ധത്തിൽ ജയിച്ചതുകൊണ്ട് നോമിനേഷൻ മുക്തിയുണ്ട്. ജിഷിന് തുടർക്കഥാ ടാസ്കിൽ വിജയിച്ചതുകൊണ്ട് നോമിനേഷൻ മുക്തിയുണ്ട്. നോറ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ആര്യനെയാണ് വിടുന്നത്. ജിസേലിൻ്റെ ഷാഡോ ആയിട്ട് നിൽക്കുന്നു. ഇൻഡിവിജ്വൽ ഗെയിമൊന്നുമില്ല, എല്ലാം തമാശയായിട്ട് എടുക്കുന്നു. ലാലേട്ടൻ പറയുന്ന അടക്കം തമാശയായിട്ട് എടുക്കുന്നു. സീരിയസ്നെസ് ഇല്ല എന്നുള്ളതാണ് ആരോപണം. ആര്യനെ ഇത് പ്രകോപിതനാക്കുന്നു. ആര്യൻ്റെ ഭാഗത്തു നിന്നുള്ള ഷോകൾ, എനിക്ക് ആസ്വദിക്കാൻ പറ്റിയ ഷോകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ ആദിലയുടെ ഷാഡോ ആണ് നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയേണ്ടതുപോലെയുള്ള ചില കാര്യങ്ങൾ അവിടെ പറയുന്നു. ഇതിനുശേഷം നോമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രവീൺ ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു. സേഫ് ഗെയിമറാണ്, വേറെ കാര്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടില്ല, ഇന്നോട്ട് ഇടപെടാനായിട്ട് തുടങ്ങിയിരുന്നു. റെന ഫാത്തിമയെ നോമിനേറ്റ് ചെയ്യുന്നു. ഷാഡോയാണ്, പല ആളുകളുടെയും വേലക്കാരിയെ പോലെ പെരുമാറുന്നു. ആദിലെ നോമിനേറ്റ് ചെയ്യുന്നത് അഭിലാഷിനെയാണ്. അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം പറഞ്ഞ റീസൺസ് ഭയങ്കര ടാർഗറ്റിംഗ് ആയിപ്പോയി. അപ്പോൾ നൂറ പവർ കൊടുക്കാത്തതുകൊണ്ട് അഭിലാഷിന് എന്തോ ഒരു ദേഷ്യമുണ്ട്, അതുകൊണ്ട് കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആക്ച്വലി അഭിലാഷ് ആ ഒരു ഗെയിമിനെ അങ്ങനെ നോക്കിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു. സ്ക്രീൻ സ്പേസ് എടുക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കി അതിലേക്ക് വരുന്നു, ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വേദലക്ഷ്മി റെനെ നോമിനേറ്റ് ചെയ്യുന്നു. ഷാഡോ ആണ്. ആദിലെ നോമിനേറ്റ് ചെയ്യുന്നു. സെയിം റീസൺസ് ആണ്. അക്ബർ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു. മറ്റേ ആ ഒരു സദാചാര പരിപാടി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്ത ഒരു കാര്യം. അനീഷ് നിലപാട് പറയുന്നില്ല പല സാഹചര്യങ്ങളിലും. കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടല്ലേ വീക്കെൻഡ് എപ്പിസോഡിലുള്ള ഒരു സംഗതി. അപ്പോൾ അത് പിന്നെ നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു. വൈൽഡ് കാർഡുകളുടെ സൈഡിൽ ഇങ്ങനെ ഒരു വാലായിട്ട് നിൽക്കുകയാണ്. ആദില രണ്ടായിട്ട് കളിക്കുന്നില്ല. ആദില, നൂറ എന്നിവർ രണ്ടാണ്, അവർ ഒന്നിച്ച് കളിക്കുന്നു. മസ്താനി റെനയെ നോമിനേറ്റ് ചെയ്യുന്നു. പെങ്ങളൂട്ടി കാർഡ്. പിന്നീട് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു. ആര്യനെ ഷാഡോ ആക്കുന്നു. ഫേവറിറ്റിസം ഉണ്ട്. ആര്യൻ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു. നെഗറ്റിവിറ്റി, 0 എഫേർട്ട് ഇൻ ഗെയിം എന്നീ കാരണങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ആദിലെ നോമിനേറ്റ് ചെയ്യുന്നു. ആദിലയുടെ ഗെയിം ഡൗൺ ആയി പോകുന്നു, രണ്ടായിട്ട് കളിക്കുന്നില്ല. ഒനിൽ ബിന്നി ആൻഡ് ആദിലയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം അക്ബറിൻ്റെയൊക്കെ ഒരു ടീമിൻ്റെ ചിയർ ലീഡേഴ്സായിട്ട് ഇവർ മാറുന്നു. പിന്നെ അനുമോളുടെ ആ ഒരു വ്യക്തി വൈരാഗ്യത്തിന് കൂടെ ആദില നിന്നു എന്നീ കാരണങ്ങൾ പറയുന്നു. സാബുമാൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു. വീട്ടുകാരെ വിളിച്ച ആ ഒരു കാരണം പറഞ്ഞ് സാബുമോൻ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യൂ. അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. ചെയർ കൊണ്ടുപോയപ്പോൾ വിഷയം ഉണ്ടാക്കിയ ആ ഒരു റീസൺ. റെന അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. സ്ക്രൂ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അഭിലാഷ് ചെയ്യുന്നുണ്ടെന്നുള്ള ആരോപണം ഉണ്ടല്ലോ. ഒരു സേഫ് ഗെയിമും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അനു ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഏതോ ഒരു രീതിയിൽ പോവുകയാണ് എന്നുള്ളതാണ് റെനയുടെ ആരോപണം. ജിഷിൻ ബിന്നി ആൻഡ് റെനയെ നോമിനേറ്റ് ചെയ്യുന്നു. ഷാഡോ ആയിട്ട് നിൽക്കുന്നു ബാക്കിയുള്ള ആളുകളുടെ എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. ഷാനവാസ് നെവിനെയും അതേപോലെ തന്നെ അനുമോളെയും നോമിനേറ്റ് ചെയ്യുന്നു.
നെവിൻ വളരെ മോശമായിട്ടുള്ളൊരു ക്യാപ്റ്റൻസി കാഴ്ചവെച്ചു. ഉറക്കം എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അനുമോൾ സെൽഫിഷായിട്ട് ഗെയിം കളിക്കുന്നു, തന്നെ യൂസ് ചെയ്തു എന്നുള്ളതാണ് ഷാനവാസിൻ്റെ ഒരു ആരോപണം. അനുമോൾ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു, ആദിലയെ നോമിനേറ്റ് ചെയ്യുന്നു. അക്ബർ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കുന്നു, അതേപോലെ തന്നെ ഓരോ ഇഷ്യൂകളിലേക്കും വെറുതെ വന്ന് ഇടപെടുന്നു, അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു. ആദില ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാല് വാരിയതിനെക്കുറിച്ചിട്ടാണ് അനുമോളുടെ പരാതി. അഭിലാഷ് ആദിലെ നോമിനേറ്റ് ചെയ്യുന്നു. ഒരു എക്സ്കർഷൻ മൂഡിൽ വെറുതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതേപോലെ തന്നെ ബിന്നെ നോമിനേറ്റ് ചെയ്യുന്നു. അക്ബറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിയർ ഗേളായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണം ധോനിയിലുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ വന്ന ഒരു പോയിൻ്റ് ആയിരിക്കാം. ജിസേൽ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. സേഫ് ഗെയിമറാണ്, വളരെ കണ്ണിങ് ആണ്, അതേപോലെ ലോയൽറ്റി ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിലെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, വീക്ക് ഗെയിമറാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് ജിസേലിനെ നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യേണ്ടത്. എന്താണോ പ്രോപ്പറായിട്ടുള്ള നോമിനേഷനിൽ കൊണ്ടുവരേണ്ട ഒരു സ്ട്രാറ്റജി, അതാണ് ജിസേൽ അവിടെ എടുക്കുന്നത്. നെവിൻ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു. അക്ബർ ലാലേട്ടൻ വരുമ്പോൾ പതുങ്ങിയിരുന്ന് പുറത്തെയാടുന്ന ഒരു പൂസയാണ്, പക്ഷേ ഒരു ഓസം ഗെയിമർ ആയതുകൊണ്ട്, എനിക്കൊരു എതിരാളി ആയതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അനീഷ് അപ്പോൾ അവിടെ ഒരു ഷോ, അനീഷിന് അങ്ങനെ ഒരു ഷോ എടുക്കണമെന്ന് തോന്നി. കാരണം അനീഷിന് ഒരു സ്പേസ് നഷ്ടപ്പെടുന്ന പരിപാടിയാണല്ലോ നോമിനേഷൻ പവർ പോകുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത്, എനിക്കൊരാളെ നോമിനേറ്റ് ചെയ്യണം, എൻ്റെ വാക്കുകൾ എല്ലാവരും കേൾക്കണം, അനുമോളെ നോമിനേറ്റ് ചെയ്യണം, നെവിനെ നോമിനേറ്റ് ചെയ്യണം. ആ ഒരു സമയത്ത് അനീഷ് വെറുപ്പിക്കലായിട്ട് ആളുകൾക്ക് തോന്നിയേനെ. എപ്പോൾ നെവിൻ്റെ ഒരു മെഴുകൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അനീഷിനെ ആളുകൾ എന്താണ് ചെങ്ങായി പറയുന്നത്, അത് റൂളിന് വിരുദ്ധമല്ലേ എന്നൊക്കെ വിചാരിച്ചേനെ. പക്ഷേ നെവിൻ അവിടെ കിടന്ന് മെഴുകി മരിച്ചതുകൊണ്ട് നമുക്ക് അനീഷ് പറഞ്ഞതിനകത്തൊന്നും തോന്നിയില്ല. ആര്യൻ, പ്രവീൺ, ലക്ഷ്മി, മസ്താനി, സബുമോൻ ഓൾറെഡി നോമിനേറ്റഡ് ആണ്. അക്ബർ 2 വോട്ടുകളോടെ നോമിനേറ്റഡ് ആയി. നെവിൻ, അനീഷ് എന്നിവർക്കും 2 വോട്ടുകളാണ്. 4 വോട്ടുകളോടെ അഭിലാഷ്, അനു, റെന. 5 വോട്ടുകളോടെ ബിന്നി. 7 വോട്ടുകളോടെ ആദില. ഷാനവാസ് ഷോക്ക്ഡ്. അപ്പോൾ ഷാനവാസിന് ഇത്തവണ ഒരു രക്ഷ കിട്ടി. ഇതിനുശേഷം സാബുമാനുമായിട്ട് റെന, അതേപോലെ തന്നെ ചില ആളുകളൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അക്ബറൊക്കെ സംസാരിക്കുന്നുണ്ട്. സാബുമോൻ ആക്റ്റീവ് ആവണില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. സാബുമാൻ ഇനി ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ മൂട്ടിൽ വല്ല തോട്ടയും വെച്ച് പൊട്ടിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമാൻ അങ്ങനെയാണ്. സാബുമാൻ, വേദലക്ഷ്മി എന്നിവരൊക്കെ ഒരു കോമണർ കാറ്റഗറിയിൽ വന്ന ആളുകളാണോ എന്താണെന്ന് അറിയത്തില്ല. സാബുമാൻ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല. സാബുമാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടി, ചിരിച്ച് മിടുക്കനായിട്ട് അതിൽ നടക്കുക, കുറച്ച് ഷോ ഒക്കെ കാണിക്കുക എന്നുള്ളതല്ലാതെ ഒരു ഒരു പോസിറ്റീവ് ഓറ ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ കാണിക്കാനായിട്ടും താൻ ഇവിടെയൊക്കെ ഉണ്ട് എന്ന ആളുകളെ അറിയിക്കാനായിട്ട് വന്നതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇവിടെ ഒരു ലവ് ട്രാക്കിന് താല്പര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്ന സമയത്താണ് സാബുമാൻ പ്രവീൺ അങ്ങനെ ഒരു ട്രാക്ക് അനുവുമായിട്ട് പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ സാബുമാൻ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. അനു അന്ന് സമ്മതിച്ചു കൊടുക്കില്ല, ഞാൻ കണ്ടില്ല എന്ന് സമ്മതിച്ചു കൊടുക്കില്ല. അങ്ങനെ സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയില്ലേ. അപ്പോൾ അതായിരിക്കാം കാരണം. ആദില, നൂറ, അഭിലാഷ് എന്നിവർ മറ്റേ റീഗൽ ജുവലേഴ്സിൻ്റെ ആ ഒരു അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു സംഭവത്തിൽ നിന്നിട്ട് കോയിൻ കളക്ട് ചെയ്യുന്നു. അവർക്കൊരു പിഗ്ഗി ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, പന്നിക്കുട്ടികളുടെ ഒരു സെറ്റപ്പുള്ള ഒരു കുടുക്ക. അപ്പോൾ അതിലെന്തോ ഒരു കോയിനൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഒരു ടാസ്കിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. നോറ ഇന്ന് മൊത്തത്തിൽ ഈ ഫാമിലി മൂഡിലൊക്കെയാണ്. ഫാമിലി ഇല്ലാത്തതുകൊണ്ട് റെനയൊക്കെ വല്ലാത്ത കളിയാക്കുന്നു. ഫാമിലി റൗണ്ട് വരെയെങ്കിലും നമുക്കിവിടെ ഒന്ന് നിൽക്കേണ്ടതുണ്ട്, അപ്പം വീട്ടുകാർ വന്നായാൽ നന്നായേനേം, അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടാവുക, അതാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഇതിനുശേഷം ക്യാപ്റ്റൻസി ബോൾ ടാസ്ക് ആണ്. ഒരു കളർ അനുസരിച്ചിട്ട് ബോളുകൾ ഇങ്ങനെയാണ് നിരത്തുന്നത്. ഇത്തിരി ബുദ്ധി ഉപയോഗിച്ചിട്ട് കളിക്കേണ്ട ഒരു ഗെയിമാണ്. രസമായിട്ട് അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിസേൽ, അഭിലാഷ്, ഒനിൽ എന്നിവരാണ് അതിനുവേണ്ടി മത്സരിക്കുന്നത്. അഭിലാഷ് ഈസി ആയിട്ട് ഇതിൽ വിജയിച്ചു. പക്ഷേ കുറേ തവണ ഈ ഒരു ഗെയിം ഇങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു. ഇതിനുശേഷം ഡ്യൂട്ടികൾ തരംതിരിച്ച് കൊടുക്കുന്ന പരിപാടിയാണ്. അഭിലാഷ് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ ഇനീഷ്യലി ഇത്തിരി ഡൗൺ ആയിട്ടാണ് നിന്നത്. കാരണം കണ്ടസ്റ്റൻസിന് 100 പിടിവാശികളാണ്. അനുമോൾ അത് ചെയ്യില്ല, റെന ഇത് ചെയ്യില്ല, ഞാൻ അവിടെ പോയതാണ്, ഇവിടെ പോവില്ല. അതേപോലെ തന്നെ ഇതിനിടയ്ക്കും ജിസേലിനെതിരെ അനു ഒരു കളി കളിക്കുന്നു. അപ്പോൾ ജിസേൽ വെസലിൽ പോകാനായിട്ട് റെഡിയായിട്ട് അങ്ങടേക്ക് വരുന്നു. പിന്നെയാണ് പുള്ളിക്കാരി ഓർത്തത് കയ്യിൽ സ്റ്റിച്ച് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു കൊളമായിട്ടുള്ളൊരു മൂഡാണ്. അപ്പോൾ അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയതിൽ ജിസേലിന് പരാതി, കിച്ചൻ്റെ ക്യാപ്റ്റൻ ആക്കിയതിൽ ജിസേലിന് പരാതി. എന്നാൽ ജിസേൽ പിന്നെ ബാത്റൂം ടീമിലേക്ക് പോയപ്പോഴത്തേന് അവിടുത്തെ ക്യാപ്റ്റൻ ആവുന്നു. അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഈ കഴിഞ്ഞ തവണ നെവിൻ കാണിച്ചതുപോലെയുള്ള വലിയ ബ്രില്യൻസ് ഒന്നും ഇല്ലാതെ ഒരു ടീമൊക്കെ ആയിട്ട് എല്ലാ ആൾക്കാരും തിരിക്കുന്നുണ്ട്. ഇതിനുശേഷം നെവിൻ ആൻഡ് മസ്താനി തമ്മിലുള്ള ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായ ഒരു സംഗതി,
നെവിൻ റിയാസിൻ്റെ ഒരു ഗെയിമാണ് കളിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നെവിൻ മറ്റേ സാധനം എടുത്തിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തൻ്റെ സെക്ഷുവാലിറ്റി പറയണോ അങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. ആക്ച്വലി സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ ഓറിയൻറ്റേഷനൊന്നും നെവിൻ്റേത് ഹൗസിൽ ഡിസ്കഷനായിട്ടൊന്നും വന്നില്ല. അപ്പോൾ മസ്താനിയോട് പോയി നൈസായിട്ട് ചോദിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടോ പുറത്ത് എന്നുള്ളത്. ഇപ്പോൾ മസ്താനി കുറച്ചും കൂടെ പ്രോഗ്രസീവായിട്ടൊക്കെ തന്നെയാണ് സംസാരിച്ചത്. എങ്ങനെയാണോ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം അവിടെ വരുന്നുണ്ട്. അപ്പം സെക്ഷുവാലിറ്റി വെളിപ്പെടുത്തണോ എന്നുള്ളൊരു ചോദ്യത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് മസ്താനി പറയുന്നത്. അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നെവിൻ അവിടെ ഉദ്ദേശിക്കുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു സംഭവമായിട്ട് വരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേ ബി എൻ്റെ ഒരു ഡൗട്ട് അനുസരിച്ചിട്ട് നെവിനും കുറച്ചൊക്കെ അന്യായമായിട്ടുള്ള സാധനം ഇടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ചില മെഴുകലുകൾ ഇടുന്നുണ്ട്. അത് സംസാരത്തിലാണ് എന്നുണ്ടെങ്കിലും പ്രവൃത്തികളിലാണ് എന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് അത് പോകും എന്ന് പറഞ്ഞാൽ മറ്റേ വാക്കൗട്ട് ചെയ്ത സമയത്ത് പുറത്ത് പോകണമെന്ന് പറഞ്ഞ സമയത്ത് നെവിനായിട്ട് പെരുമാറി. എന്നാൽ ഹൗസിൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ചില ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്ന തരത്തിലേക്ക് വെറുപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രകടനങ്ങൾ നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. മേ ബി ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരാനായിട്ടോ ആരെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി അതിലൊരു ബെനിഫിറ്റ് എടുക്കാനായിട്ടോ ആയിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നെവിൻ കിച്ചണുകളിൽ നിന്ന് വീണ്ടും ഷുഗർ അടിച്ച് മാറ്റാൻ തുടങ്ങിയ ഒരു വിഷ്വൽ നമ്മൾ കണ്ടു. ഒരു ചെറിയ കപ്പിനകത്ത് 3 സ്പൂൺ പഞ്ചസാരയൊക്കെ കോരിയിടുന്നു. 3 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, ടേബിൾ സ്പൂൺ ആയിരിക്കും. വലിയ സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നു. എങ്ങനെ മനുഷ്യന് പറ്റുമത്? പുള്ളി എടുത്ത ആ ഒരു പഞ്ചസാരയുടെ അളവ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ 2.5 ദിവസം ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവാണ്. അപ്പോൾ അത്ര പഞ്ചസാരയൊക്കെയാണ് പുള്ളി ഉപയോഗിക്കുന്നത്. അതവിടെ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. ഇതിന് ശേഷം ആദില, നൂറ എന്നിവരുടെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള കോൺവെർസേഷൻ നമ്മൾ ആദ്യം അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ അനുമോള്, ജിഷിന്, പ്രവീണൊക്കെ ഇരുന്നിട്ടുള്ള ചില പരിപാടികൾ. അനുമോളുടെ ചിരി ഭയങ്കരമായിട്ടുള്ളൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തോ ഒരു മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന് കൈ നോക്കുന്നു. അപ്പോൾ ജിഷിൻ്റെ ഒരു കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്ലാച്ചിയം കൊണ്ട് 2 കാർഡുകൾ എടുപ്പിക്കാനുള്ളത് അത് രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സിറ്റുവേഷൻ കോമഡികളാണ്. നമ്മളത് നേരിട്ട് കേട്ടാലേ രസം ഉണ്ടാകത്തുള്ളൂ. ഇതിനുശേഷം പ്ലാച്ചിയെ കടത്തി വെട്ടുന്ന നേരത്തിലേക്ക് അനീഷിൻ്റെ പാവകളി, കുഞ്ഞുകള്ളി, തൻ്റെ ബെഡിൽ കട്ടിലിൽ ഒട്ടിച്ചിരുന്ന പേരുകൾ ആരോ പറിച്ചു കളഞ്ഞു. ആ പേരുകൾ കണ്ടിട്ടാണ് താൻ എഴുന്നേക്കുന്നതെന്നൊക്കെ അനീഷ് പറയുന്നു. എന്തേലും കേട്ടെ, അങ്ങനെ ആ പേരുകൾ ക്യൂടെക്സ് വെച്ച് അവിടെ എഴുതി വയ്ക്കുന്നു. തൻ്റെ എതിരാളികളെ കണ്ടെഴുന്നേക്കാനായിട്ടായിരിക്കും അനീഷ് അങ്ങനെ പേരുകൾ കൂട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്. എന്തെങ്കിലുമൊക്കെ കൂട്, ടാസ്കൊക്കെ കൂട്, രസമാവട്ടെ. സർക്കസ് കൂടാരോ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ ഇന്നലെ അനൗൺസ് ചെയ്തായിരുന്നല്ലോ. എന്നാണത് വരിക ആർക്കറിയാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.